നമസ്തേ. പാരമ്പര്യ ജ്യോതിഷത്തെക്കുറിച്ച് അല്ലെങ്കിൽ വേദിക് ആസ്ട്രോളജി ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ വൈദിക ജ്യോതിഷത്തെക്കുറിച്ചാണ്. അതിനെ നമ്മൾ എങ്ങനെയൊക്കെ മനസ്സിലാക്കണം, അതല്ലെങ്കിൽ വൈദിക ജ്യോതിഷത്തിന് എന്തൊക്കെ മനസ്സിലാക്കിയിരിക്കണം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയ വീഡിയോ ആണ്. പ്രധാനമായിട്ടും പലതരം ജ്യോതിഷങ്ങളുണ്ട്. അതിൽ പാരമ്പര്യ ജ്യോതിഷം വ്യത്യാസപ്പെട്ട് നിൽക്കുന്നത്, ഒന്ന് ഇത് ദശാബഹാരങ്ങളിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ദശാബഹാരങ്ങളാണ്. രണ്ട്, ഇത് നക്ഷത്രങ്ങളിലല്ല ലഗ്നത്തിലാണ് നിലകൊള്ളുന്നത്. നക്ഷത്രങ്ങളെ ദശകൾ അളക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രൂപത്തിൽ ഒരു കോമ്പിനേഷന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. 6 കാര്യങ്ങൾ പ്രധാനമായിട്ടും പാരമ്പര്യ ജ്യോതിഷത്തിന് ആവശ്യമാണ്. ഒന്ന്, ആധിപത്യം, കാരകത്വം. 2, ഗ്രഹങ്ങൾ, ഭാവങ്ങൾ. 3, അല്ലെങ്കിൽ ദശ ലഗ്നം. 3 എന്ന് കോമ്പിനേഷൻ പറഞ്ഞെങ്കിലും ഈ 3 എണ്ണത്തിലും ഈ 2 കാര്യങ്ങളാണ്. ദശയും ലഗ്നവും പ്രധാനമാണ്. ഏത് ലഗ്നത്തിന് ഏത് ദശ പ്രധാനമാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന വിഷയമാണ്. രണ്ടാമത്തെ പ്രധാനം ഗ്രഹങ്ങളും ഭാവങ്ങളും. ഏത് ഭാവമാണ്, ഏത് ഗ്രഹമാണ്, അത് പ്രധാനമാണ്. ആധിപത്യവും കാരകത്വവും. ഗ്രഹങ്ങൾക്ക് തന്നെ അല്ലെങ്കിൽ ഭാവങ്ങൾക്ക് തന്നെ 2 സ്വഭാവമുണ്ട്. അത് ഒന്ന് ആധിപത്യം എന്ന് പറയും, ഒന്ന് കാരകത്വം എന്ന് പറയും. എല്ലാം ഇപ്പോൾ ഒരു ഗ്രഹം എടുക്കുകയാണ്. ഒരു മേടം ലഗ്നത്തിന് ദശ നടക്കുന്നത് ഏതൊക്കെ ദശയെന്ന് നമുക്കറിയാം. ചൊവ്വയ്ക്ക് സൂര്യചന്ദ്രന്മാരും ഗുരുവും ചൊവ്വയാണ് യോഗദശകൾ വരിക. സൂര്യചന്ദ്രന്മാരും ചൊവ്വയും ഗുരുവുമാണ് യോഗദശകൾ വരിക. എന്തുകൊണ്ടാണ്? മേടലഗ്നത്തിൻ്റെ ബന്ധുക്കൾ സൂര്യചന്ദ്രന്മാരും ഗുരുവുമാണ്. അതുകൊണ്ട് ആ 4 ഗ്രഹങ്ങളുടെ ദശകളായിരിക്കും എപ്പോഴും ബന്ധുക്കളായതുകൊണ്ടും, അത് 1, 5, 9 ഭാവാധിപന്മാരായതുകൊണ്ടും അത് യോഗദശകളായിട്ട് വരിക. അപ്പോൾ ദശകളും ലഗ്നവും തമ്മിലുള്ള ലിങ്ക്, ബന്ധം മനസ്സിലായല്ലോ. അതിനുശേഷം ആധിപത്യമോ കാരകത്വമോ ഒരു ദശ വരികയാണ്, ഗുരുദശ വരികയാണ്. മേടലഗ്നത്തിന് 9ാം ഭാവാധിപനായ ഗുരുദശ നടത്തുകയാണ്. അപ്പോൾ നമ്മൾ ദശ തുടങ്ങിയാൽ പ്രായത്തിനനുസരിച്ചാണ്. അവിടെയും പ്രായം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു 30 വയസ്സിന് ശേഷം ഗുരുദശ തുടങ്ങി. ഗുരുദശ അദ്ദേഹത്തിന് വന്നു. 5-ൽ നിന്നിട്ടാണ്, അല്ലെങ്കിൽ 4-ൽ നിന്നിട്ടാണ്. 5-ൽ നിന്നു, അല്ലെങ്കിൽ 4-ൽ ഉച്ചം ചെയ്ത് നിൽക്കുകയാണെന്ന് വയ്ക്കാം. കർക്കടകത്തിൽ ഉച്ചം ചെയ്തിട്ടാണ് ഗുരു നിൽക്കുന്നത്. ഉച്ചം ചെയ്ത് നിൽക്കുന്നു. ദശ തുടങ്ങിയാൽ എന്താണ് കിട്ടുക? 30 വയസ്സിലാണ്. ഉടൻ അത് 30 വയസ്സിൽ അദ്ദേഹത്തിന് ആ ദശ വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഗുരുവിൻ്റെ കാരകത്വമാണ് ആദ്യം തരിക. ജീവകാരകത്വം, സന്താനത്തെ ആദ്യം തരും. സന്താനം അതുവരെ ഇല്ലാത്തവർക്ക് ഈ പ്രായം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 70 വയസ്സിൽ ഗുരുദശ വന്നു കഴിഞ്ഞാൽ സന്താനം തരുമെന്ന് പറഞ്ഞുകൂടാ. 15 വയസ്സിൽ ഗുരുദശ വരുമ്പോൾ സന്താനം വരും. സന്താനം ഉൽപ്പാദന ശേഷിയുള്ള പ്രായത്തിൽ ഗുരുദശ വരുമ്പോഴാണ്. ഓരോ ദശയ്ക്കും അതത് പ്രായങ്ങൾ വെരി ഇമ്പോർട്ടൻ്റാണ്. ശുക്രദശ കാമം നിലനിൽക്കുന്ന സമയത്ത് വന്നാലേ ഗുണം ചെയ്യുള്ളൂ. കാമമില്ലാത്ത പ്രായത്തിലോ കാമം വരുന്നതിന് മുമ്പുള്ള പ്രായത്തിലോ ശുക്രദശ നന്നല്ല. അതുപോലെ തന്നെ സന്താനം വരുന്ന സമയത്താണ് ഗുരുദശ നല്ലത്. അതുപോലെയാണ് വന്നത് നമുക്ക് എന്ത് തരും? കാരകത്വം തരും. പിന്നെ നമുക്ക് എന്താ തരിക? തുടർച്ചയായിട്ട് വ്യാഴദശ 16 വർഷം നമുക്ക് ആധിപത്യമാണ് തരിക. 9ാം ഭാവാധിപത്യവും, മേടലഗ്നത്തിന് 9, 12 ഭാവാധിപനായതുകൊണ്ട് 9ാം ഭാവാധിപത്യവും 12ാം ഭാവാധിപത്യവും തരും. അതിൽ തന്നെ ഉച്ചം ചെയ്ത് നിന്നു കഴിഞ്ഞാൽ 12ാം ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട്. 12ാം ഭാവാധിപത്യം അധികം തരും, 9ാം ഭാവാധിപത്യം കുറവ് തരും. അപ്പോൾ നമുക്ക് എന്തൊക്കെ മനസ്സിലായി? ഗ്രഹത്തിന് കാരകത്വം ആദ്യം തരും, ആധിപത്യം തുടർച്ചയായിട്ട്, പിന്നെ ദശ മൊത്തം തരും. ദശകളാണ് ആധിപത്യം തരിക, എല്ലാ സമയത്തും അല്ല. ഏത് ലഗ്നത്തിൻ്റെ അനുസരിച്ച് 9ാം ഭാവാധിപനായതുകൊണ്ട് ഗുണകാരകത്വങ്ങളാണ് വരിക, അല്ലെങ്കിൽ സന്താന നാശം വരും. അപ്പോൾ ഗുണകാരകത്വമാണോ ദോഷകാരകത്വമാണോ ലഗ്നം വെച്ചിട്ടും ദശ വെച്ചിട്ടും ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ആധിപത്യം കാരകത്വം മനസ്സിലായി, ലഗ്നവും ദശയും തമ്മിലുള്ള ലിങ്ക് മനസ്സിലായി. ഇനി ഭാവകമാണോ, ഭാവമാണോ, ഗ്രഹമാണോ? ഭാവമാണോ ഗ്രഹമാണോ? അപ്പോൾ ഗുരു വരുമ്പോൾ എന്ത് വരും? പല അപഹാരങ്ങൾ വരും. ഗുരുദശയിൽ ഗുരുവിൻ്റെ അപഹാരം, അത് കഴിഞ്ഞ് ശനിയുടെ അപഹാരം, അങ്ങനെ അപഹാരങ്ങൾ വരും. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഗുരു എങ്ങനെയാണ് ദശ നടത്തുക?
ഗുരു 9ാം ഭാവ കാരകത്വം നമുക്ക് തന്നു. ജന്മ, സന്താനം, ധനം, ഇതെല്ലാം ഗുരുവിൻ്റെ കാരകത്വമാണെന്ന് പറഞ്ഞു. അവിടെ ആധിപത്യങ്ങളുണ്ട്. കാരകത്വം, ആധിപത്യം, ഭാവം, അതുപോലെ ഗ്രഹം. അപ്പോൾ ഗ്രഹം എന്ന് പറയുന്നതിൻ്റെയാണോ ഭാവത്തിൻ്റെയാണോ എന്നുള്ളതാണ്. അപ്പോൾ ഗ്രഹം ആരാണ്? ഗുരുവാണ്. ഗുരു എവിടെ നിൽക്കുന്നത്? 9, 12 ഭാവാധിപൻ കർക്കടകത്തിൽ 4ലാണ് നിൽക്കുന്നത്. 4 നിന്നിട്ട് 12ാം ഭാവത്തിനാണ് നോക്കുന്നത്. അവിടെയാണ് ആധിപത്യം, ഭാവകം എന്ന് പറയുന്ന പ്രധാനം, ഭാവം എന്ന് പറയുന്ന പ്രധാനം. 9ാം ഭാവമാണോ 12ാം ഭാവമാണോ? 12ാം ഭാവത്തിനാണ് ബലം കൂടുതൽ. 12ാം ഭാവത്തിൻ്റെ കാരകബലങ്ങളാണ് നമുക്ക് തരിക. ഗുരുവിൻ്റെ കാരകത്വം മാത്രമല്ല, ഗുരുവിന് ധനം, നല്ല കാര്യങ്ങൾ കുറേ ഉണ്ട്. സന്താനം, ധനം, ഭക്തി, ആത്മീയത, അധ്യാപന ശേഷി എല്ലാം ഗുരുവാണ്. പക്ഷെ 12ാം ഭാവാധിപനാണെങ്കിൽ ഇതെങ്ങനെയാണ് തരിക? 12ാം ഭാവത്തിൻ്റെ കാരകത്വം കൂടി പറയണം. 12ാം ഭാവത്തിൻ്റെ കാരകത്വം. അപ്പോൾ ഭാവകാരകത്വമുണ്ട്, ഗ്രഹകാരകത്വമുണ്ട്. ഗുരുവിൻ്റെ ഈ ഗ്രഹകാരകത്വമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അതിനൊപ്പം ഭാവകാരകത്വം, 12ാം ഭാവം വിദേശത്ത് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ വിദേശത്തേക്ക്, കർക്കിടകത്തിൽ ഗുരു ഒന്ന് ദശ നടത്തിയാൽ നമ്മളപ്പോൾ വിദേശത്ത് പോകും. ഗുരു വിദേശത്തേക്ക് എത്തിക്കും. അതാണ് ഗുരുവിൻ്റെ ദശ വന്നാൽ ഉടൻ നടക്കുക. എന്താണ്? 12ാം ഭാവാധിപനായതുകൊണ്ടും 12ലേക്ക് ഉച്ചം ചെയ്ത് നോക്കുന്നതുകൊണ്ടും മേടലഗ്നക്കാരന് 30 വയസ്സിൽ ഗുരുദശ വന്നു കഴിഞ്ഞാൽ അയാൾ വിദേശത്തെത്തിയിരിക്കും. ഏത് വയസ്സിൽ വന്നാലും കർക്കിടകത്തിൽ വന്നിട്ട് ഗുരുദശ നടത്തിയിട്ട് 12ലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉടൻ അദ്ദേഹം ഭാവത്തിൻ്റെ ഫലം തരും. 12ാം ഭാവകാരകത്വം. അവിടെയാണ് ഭാവമോ ഗ്രഹമോ. അതാണ്. അപ്പോൾ ഈ തരം കോമ്പിനേഷൻസ് എല്ലാം കൂടി ചേർത്തിയിട്ടാണ് വേദജ്യോതിഷം അല്ലെങ്കിൽ പാരമ്പര്യ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു കാര്യം നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ചെയ്യാൻ നമുക്ക് 0 or 1, ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന 2 കാര്യങ്ങളെ വേണ്ടൂ. ഒന്നുകിൽ ഓഫായിരിക്കും അല്ലെങ്കിൽ ഓണായിരിക്കും. 2 ബൈനറി സിസ്റ്റം എന്ന് അതിന് പറയാം. 2 കാര്യമേ വേണ്ടൂ. ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1. ഇപ്പോൾ നമ്മൾ ക്വാണ്ടം എഫക്റ്റിലേക്ക് അല്ലെങ്കിൽ ക്വാണ്ടം ഫിസിക്സിലേക്ക് വരുമ്പോൾ നമ്മൾ 0, 1 എന്ന് പറയുന്ന ഒന്നും കൂടിയും വരും. 0ഉം 1ഉം കൂടി ചേർന്നത് 0 അല്ലെങ്കിൽ 1, 0, 1 ഈ 3 കോമ്പിനേഷൻ വെച്ചിട്ടാണ് മൊത്തം നമ്മുടെ സോഫ്റ്റ്വെയറുകൾ നിർമ്മിക്കുന്നതും എല്ലാം ചെയ്യുന്നത്. പക്ഷെ അതേ സമയം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ജ്യോതിഷത്തിൽ 6 കാര്യങ്ങളെ കോംബോ ചെയ്യണം. പാരമ്പര്യ ജ്യോതിഷത്തിൽ 6 കാര്യങ്ങൾ കോമ്പിനേഷൻ ചെയ്തിട്ട് വേണം ഫലം പറയാൻ. അതുകൊണ്ടാണ് ഇതിനെ ഒരു സോഫ്റ്റ്വെയറിലൊന്നും അടക്കിയിട്ട് KP സിസ്റ്റം ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ പലരും പല തരത്തിൽ ജ്യോതിഷത്തെ കൈകാര്യം ചെയ്യുന്നത് പോലെയൊന്നും ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ലഗ്നം പ്രധാനമാണ്, ദശ പ്രധാനമാണ്, ആധിപത്യവും കാരകത്വവും പ്രധാനമാണ്. ഏത് ആധിപനാണ്, ഏത് കാരകനാണ്, അതുപോലെ തന്നെ ഭാവമാണോ ഗ്രഹമാണോ പ്രധാനം. ഈ 6 കാര്യങ്ങളെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി അതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കണം. ഈ 6 കാര്യങ്ങളെ കോംബോ ചെയ്യാനുള്ള കഴിവാണ് ഒരു ജ്യോതിഷന് ഫലമെടുക്കാനുള്ള കഴിവ് നിർണ്ണയിക്കുന്നത്. ഈ 6 കാര്യങ്ങളെ കോംബോ ചെയ്യാനുള്ള കഴിവ് വേണം. എപ്പോൾ ആധിപത്യം വരും, എപ്പോൾ കാരകത്വം വരും, എപ്പോൾ ഗ്രഹബലം വരും, എപ്പോൾ ഭാവബലം വരും, ഏത് ലഗ്നത്തിന് ഏത് ഗ്രഹത്തിൻ്റെ ദശ അനുകൂലമാവും, ഏത് ദശകൾ വരുമ്പോഴാണ് ഈ ജാതകന് ഗുണങ്ങൾ വരിക. ഇങ്ങനെ 5-6 വിഷയങ്ങളെ നല്ല രീതിയിൽ കോംബോ ചെയ്ത് അങ്ങനെ വേണം പാരമ്പര്യ ജ്യോതിഷത്തിൽ ഫലമെടുക്കാൻ. പല ജ്യോതിഷങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ KP സിസ്റ്റം ഉണ്ട്, DNA ആസ്ട്രോളജി ഉണ്ട്, വെറ്റില ജ്യോതിഷമുണ്ട്, അല്ലെങ്കിൽ പല ജ്യോതിഷമുണ്ട്. ഇവർക്കൊന്നും ഇങ്ങനെയുള്ള ഗ്രഹങ്ങളോ ഇതൊന്നും ആവശ്യമില്ല. ഇവിടെ ഞാൻ എൻ്റെ കുറേ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, പാരമ്പര്യ ജ്യോതിഷത്തിൽ പൂർവ്വജന്മാർജിതം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ ജന്മത്തെ കാര്യങ്ങൾ മാത്രമേ ജ്യോതിഷത്തിലും ജാതകത്തിലും പറയുന്നുള്ളൂ. ഒരിക്കലും പൂർവ്വജന്മത്തിൻ്റെ കാര്യങ്ങളൊന്നും ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. അതും ഇമോഷണലി ഉള്ള കാര്യങ്ങളാണ്. നമ്മുടെ വൈകാരികമായി ഇയാൾക്ക് എന്തൊക്കെ സംഭവിച്ചാൽ എങ്ങനെയൊക്കെ അയാൾക്ക് ഇമോഷണലി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെ അയാളുടെ മനസ്സ് എങ്ങനെയൊക്കെ ചഞ്ചലപ്പെട്ടിട്ടുണ്ട്, എത്രമാത്രം ദൃഢതയുണ്ട്, ഈ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അത് ഈ ജന്മത്തിലെയാണ്. അടുത്ത ജന്മത്തിൻ്റെ കാര്യവും കഴിഞ്ഞ ജന്മത്തിൻ്റെ കാര്യവും
അത് ഒരു വാക്കിന് പറയുന്നു, ഒരു വിശ്വാസത്തെ ദൃഢപ്പെടുത്തുന്നതിന് പറയുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം അതിനൊന്ന്, പാരമ്പര്യ ജ്യോതിഷം തെളിവുകളോടുകൂടിയുള്ളതാണ്. നമ്മൾ തെളിവുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് ജ്യോതിഷം ചെയ്ത് നമ്മുടെ കയ്യിൽ വരുന്ന ജാതകങ്ങൾ നമ്മൾ ഫലം പറയുമ്പോൾ ആ ജാതകങ്ങൾ നമ്മൾ ഡാറ്റയാണ്, നമുക്ക് ശരിയാവണുണ്ട്, ശരിയാണ്. ആ ശരിയാക്കാൻ നമുക്ക് ഒരു 80% ശരിയാവുന്നുണ്ടെങ്കിൽ അത് കൃത്യമാണ്. ലോകത്തും എല്ലാ വിഷയവും അങ്ങനെയാണ്. ഒരു വിഷയം 100% പൂർണ്ണമല്ല, എല്ലാം 80% താഴെയാണ്. അത് 100% മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ മറ്റ് ഇതുപോലെയല്ല. നമ്മൾ ഈ പാരമ്പര്യ ജ്യോതിഷത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഇന്നത്തെ ഗ്രഹനില, അതുപോലെ തന്നെ ഓരോ ഗ്രഹങ്ങളുടെയും സഞ്ചാര വേഗം, സഞ്ചാരക്രമം, സഞ്ചാര ദൂരം, ആ സഞ്ചരിക്കുന്നതിൻ്റെ രീതികൾ, ഇതെല്ലാം ലിങ്ക് ചെയ്യണം. ഇപ്പം ഞാൻ 6 വിഷയം പറഞ്ഞു. അതിൻ്റെ പുറമെയാണ് പൂർണ്ണമായും ഇന്നത്തെ അതിൽ 2 പാളത്തിൻ്റെ മുകളിൽ കൂടിയാണ് പോകുന്നത്. ഒന്ന് സ്ഥിരമായി ജനിച്ച ജാതകവും, 2 ചാരവശാൽ നടക്കുന്ന ജാതകവും. അഷ്ടമശനി, ജന്മശനി പോലുള്ള ദോഷങ്ങൾ ഈ ജാതകനെ നല്ല രീതിയിൽ ബാധിക്കും. അഷ്ടമശനി സമയത്ത് ഡ്രൈവർ മാറിയിരിക്കും, ശനി കയറിയിരിക്കും അവിടെ. ജന്മശനി സമയത്ത് ഡ്രൈവർ മാറിയിരുന്ന് ശനി കയറിയിരിക്കും. അപ്പം 2 പാളമുണ്ട്, അതിൻ്റെ മുകളിൽ കൂടെ ഈ 6 ചക്രമുള്ള വണ്ടിയാണ് ഓടുന്നത്. അതാണ് പാരമ്പര്യ ജ്യോതിഷം. 2 പാളത്തിൽ ഒന്ന് ജനിച്ച ജാതകം, സ്ഥായി ആയിട്ടുള്ള അവൻ്റെ ജനന സമയം ഉപയോഗിച്ചുള്ള പൂർണ്ണ ജാതകം. അവിടെ നമ്മൾ പ്രശ്നം വെച്ച് ആരൂടൊന്നും എടുക്കാൻ പറ്റില്ല, ആരൂടം കൊണ്ടൊന്നും ജാതകത്തെ പറയാൻ പറ്റില്ല. അത് കൃത്യമായ ജനന സമയം വെച്ചുള്ള ജാതകം പ്ലസ് അവൻ്റെ ഗോചരഫലം, ഇന്ന് ഗ്രഹങ്ങൾ അവനെ ആകാശത്ത് നിൽക്കുന്ന അവസ്ഥ, ഇത് രണ്ടും ചേർത്ത് വേണം ഫലം പറയാൻ. ഈ 2 പാളത്തിലൂടെ പോകുന്ന 6 ചക്രമുള്ള തീവണ്ടിയാണ് പാരമ്പര്യ ജ്യോതിഷം. 6 ചക്രം ഞാൻ പറഞ്ഞത് ലഗ്നം, ദശകൾ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലഗ്നവും ദശകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ലഗ്നക്കാരന് ഏത് ദശ, ആ ദശ നടത്തുന്ന ഗ്രഹത്തിന് ശുഭത്വമുണ്ടോ പാപത്വമുണ്ടോ. അതായത് ദശ 9ാം ഭാവാധിപൻ്റെയോ 5ാം ഭാവാധിപൻ്റെയോ ലഗ്നാധിപൻ്റെയോ ദശ നടക്കുക, അത് ശുഭനായിരിക്കണം, പാപത്വം വരാൻ പാടില്ല. ഇരുട്ടുള്ള ഗ്രഹമായിരിക്കരുത്, പ്രകാശമുള്ള ഗ്രഹമായിരിക്കണം. ഇരുട്ടുള്ള ഗ്രഹമാണെങ്കിൽ പ്രകാശഗ്രഹത്തിൻ്റെ യോഗം വേണം, അല്ലെങ്കിൽ പ്രകാശഗ്രഹത്തിൻ്റെ ദൃഷ്ടി വേണം, പ്രകാശഗ്രഹവുമായി ബന്ധം വേണം. എന്നാൽ മാത്രമാണ് ആ ഗ്രഹത്തിന് 1, 5, 9 ആണെങ്കിൽ പോലും ഫലം തരാൻ പറ്റുള്ളൂ. അപ്പോൾ ലഗ്നം, ദശകൾ, ആധിപത്യം, കാരകത്വം, ആധിപത്യം, കാരകത്വം, 2ാം ഭാവാധിപത്യം, 1ാം ഭാവാധിപത്യം, 5ാം ഭാവാധിപത്യം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് ആധിപത്യമാണ്. അതേപോലെ കാരകത്വം, 5ാം ഭാവത്തിന് എന്തൊക്കെ കാരകത്വങ്ങളുണ്ട്, സന്താനമുണ്ട്, പൂർവ്വപുണ്യമുണ്ട്, അങ്ങനെ പല കാരകത്വങ്ങളും. ഈ പൂർവ്വപുണ്യം എന്നൊക്കെ അവിടെ പറയുന്നത് പല അഭീഷ്ടങ്ങൾ, അതായത് ഇഷ്ടപ്പെട്ട് നടക്കുക, മനസ്സുണ്ട്, മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നടക്കുക, ഇതൊക്കെയാണ് 5ാം ഭാവത്തിന് കാരകത്വങ്ങൾ, ആധിപത്യങ്ങൾ, ഗ്രഹങ്ങൾ, ഭാവങ്ങൾ. ഈ 6 ചക്രം 2 പാളത്തിൻ്റെ മുകളിൽ കൂടെ കൊണ്ടുപോകുന്നതാണ് പാരമ്പര്യ ജ്യോതിഷം. അപ്പോൾ അതിനൊരുപാട് കോമ്പിനേഷൻ, ഈ 8 കാര്യങ്ങൾ കോമ്പിനേഷൻ, 6 കാര്യങ്ങൾ ഓടുന്ന വണ്ടിയിലും 2 കാര്യങ്ങൾ സ്റ്റേബിളായിട്ട് 2 പാളമായിട്ടും ബേസിക്കായിട്ടും വേണ്ട, ഇങ്ങനെ കോമ്പിനേഷൻ ചെയ്താലെയാണ് പാരമ്പര്യ ജ്യോതിഷം വിജയിക്കാൻ പറ്റുള്ളൂ. മറ്റു ഒരു ജ്യോതിഷത്തിനും ഇത്ര റിസ്ക്കോ ഇത്ര ബുദ്ധിമുട്ടോ ഇത്ര കാര്യങ്ങളോ ഇല്ല. പക്ഷേ ഇത് 10,000 വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. അത് നിലനിൽക്കുന്നത് ഇത്രമാത്രം അതിന് ഗഹനവും, അതുപോലെ തന്നെ അത് വളരെയധികം പഠിക്കാൻ ആവശ്യമായിട്ടുള്ള, വളരെ ബുദ്ധി ബുധന് നല്ല ബലം വേണം, വളരെ ബുദ്ധി ആവശ്യത്തോടു കൂടി മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ളൊരു വിഷയമാണ് പാരമ്പര്യ ജ്യോതിഷം. മറ്റ് പല കാര്യങ്ങളെപ്പോലെയല്ല, കുറച്ചും കൂടി സങ്കീർണമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത്, ലളിതമാക്കുക എന്ന് പറയുന്നതാണ്. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്താണ് നമ്മൾ പഠിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് എന്നുള്ള ഒരു അപ്രോച്ച് ചെയ്യേണ്ട രീതി നമുക്ക് വന്നാലെയാണ് പാരമ്പര്യ ജ്യോതിഷം നമുക്ക് കൈ തരുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ പാരമ്പര്യ ജ്യോതിഷത്തിൻ്റെ ലഘു വിവരണമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. പല കാര്യങ്ങളും ഇനി വരുന്ന വീഡിയോകളിൽ നമുക്ക് കണ്ടിന്യൂ ആയിട്ട്, എന്നാലും ബേസിക് ഞാൻ പറഞ്ഞു തന്നുള്ളൂ. നന്ദി, നമസ്കാരം.